ഇനിയും തിരുവനന്തപുരത്തേക്കാണ് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. ഇപ്പോൾ മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? മനീഷ്. ഉന്മേഷ് നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്ത തന്നെ. സംസ്ഥാനത്ത് 6 പഞ്ചായത്തുകളിലാണ് ഇന്ന് പ്രസിഡന്റ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമായും അത് കാസർകോട്ടെ പുല്ലൂർ, പെരിയ, മലപ്പുറത്തെ തിരുവാലി, എറണാകുളത്തെ വെങ്ങോല, കോട്ടയത്തെ എരുമേലി, ആലപ്പുഴയിലെ നെടുമുടി, വിയ്യപുരം എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അലയൊലികൾ മാറുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റും തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും. പിന്നീട് പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് CPIയുടെയും CPMൻ്റെയും നേതൃയോഗങ്ങളുണ്ട്. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകും. CPIയുടെ ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന നിർവാഹക സമിതി യോഗവും, നാളെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണ കൊള്ളയടക്കം അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന വിലയിരുത്തലിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. PM ശ്രീ വിവാദവും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമല്ല, ഭൂരിപക്ഷ വോട്ടുകളും CPMൽ നിന്ന്, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തു നിന്നും അകന്നു പോകാൻ കാരണമായി. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ താഴെത്തട്ടിലടക്കം പറഞ്ഞ് പാർട്ടി അതിന് വിശദീകരണം നൽകുന്നത് വലിയ പോരായ്മയുണ്ടായി, വലിയ വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ചർച്ചയായി. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായത്, നടത്തേണ്ടിയിരുന്നോ അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. ഒപ്പം തന്നെ ഇടത് LDF യോഗത്തിൽ കേരള കോൺഗ്രസ് വിട്ടുനിന്നതും വലിയ പ്രധാനപ്പെട്ട വിഷയം മാറി. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും ഭാവി പരിപാടികൾ, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള നയപരിപാടികൾ സ്വീകരിക്കണമെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. CPIയുടെ യോഗങ്ങളിലും വീഴ്ച സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്ക് CPI അതിനെ ചർച്ച ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ നാളെയാണ് ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഈ വിഗ്രഹക്കടത്ത് ആരോപണ വിധേയനായിട്ടുള്ള D മണിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നാളെ ആണ് ഈഞ്ചക്കൽ ഓഫീസിലേക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്, എത്താൻ വേണ്ടി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളെന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ എന്നിവരെ കൂടി നാളെ എത്താൻ അറിയിച്ചിട്ടുണ്ട്. ഈ കേസിൽ നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് പോലീസ് SIT രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിഗ്രഹക്കടത്ത് ആരോപണത്തിൽ എന്തെങ്കിലും തരത്തിൽ തെളിവ് ലഭിക്കാൻ 3ാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്ത് ഇവരെ കൂടി പ്രതി ചേർക്കാനാണ് ആലോചന. ഒപ്പം തന്നെ ഈ ആദ്യത്തെ കേസുകളിലെ പ്രതികളായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവരെ നിലവിൽ കസ്റ്റഡി ലഭിച്ച് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്ന് ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗോവർദ്ധനെയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും D മണിയും ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യാനായിരിക്കും ആലോചന. ഒപ്പം തന്നെ ഈ വിദേശ വ്യവസായിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി, അതായത് ഈ വിദേശ വ്യവസായി ആദ്യം മൊഴി നൽകിയിരുന്നു. ഇനി വിദേശ വ്യവസായിയെ നേരിട്ട് വിളിച്ചു വരുത്തി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മൊഴിയെടുക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.